ഇന്ന് രാവിലെ ഞാനൊരു 6:30 എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് 2-3 ഓർഡറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് തന്നെ സാധനം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഹാമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ അയക്കാനുള്ളതായിരുന്നു. രാവിലെ തന്നെ ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു. എനിക്ക് വാതിക്കിരുന്നപ്പം എനിക്കങ്ങ് ഇരിക്കാൻ തോന്നി. പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്കൊരു പ്രഗ്നൻസി ഹാമ്പർ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു 9:30 ആയപ്പോഴത്തേക്കും ഞാൻ ഇച്ചുമായിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിക്കാനുണ്ടായിരുന്നു. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കിട്ടും അതൊക്കെ വാങ്ങിച്ചോളാം എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയ ആളുടെ ഉമ്മ ആണ് ഇത് ഓർഡർ തന്നത്. അങ്ങനെ ചരിച്ചു വെക്കുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ കുപ്പിക്കകത്തുനിന്ന് പോകാതിരിക്കാനായിട്ട് ഞാൻ ഫുള്ള് സെലോട്ടെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കണ്ണിമാങ്ങ, നീളത്തിലരിഞ്ഞ മാങ്ങ, പേരക്ക, നെല്ലിക്ക, ക്യാരറ്റ്, പിന്നെ നാരങ്ങ മിഠായി, ജീരക മിഠായി, മറ്റേ പുളിമിഠായി, അങ്ങനത്തെ കുറച്ച് പണ്ടത്തെ ടൈപ്പ് മിഠായികളും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ ബോക്സ് സെറ്റ് ആക്കുവാണ്. ഇത് ആ സൈഡിലെ പശ നല്ലവണ്ണം അമുക്കി ഒട്ടിച്ചില്ലെങ്കിൽ ബോക്സ് ഇങ്ങനെ തുറന്നു വരും. ഞാൻ പൊന്നുവിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇവാനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവ ഇച്ചും കൂടെ വഴക്കിട്ടിട്ട് ഇച്ചു ഇവാൻ്റെ കാലിലിട്ട് കടിച്ചിട്ട് ഇവായിരുന്നു കരയുവാണ്. രണ്ടുപേർക്കും ടിവിയിൽ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടായിരുന്നു ഞാനത് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചത് ഞാൻ കണ്ടില്ല. ഇച്ചുവിന്റെ മുഖത്തിട്ട് മാന്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ആ സൈഡിൽ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുത്തു തരുമായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രഗ്നൻസി ഹാമ്പറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ഓർഡർ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രെയിം ചെയ്യാനായി. അത് വേറെ ആരും അല്ല തന്നത്, നാസിയാണ്. ഇൻച്ചാമിക്കാരുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം അവള് പറഞ്ഞിരുന്നു മണ്ണഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് ഫ്രെയിമും കൂടെ അവളുടെ വീട്ടിലോട്ട് കൊടുത്തേക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ മണ്ണഞ്ചേരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്പലവളങ്ങരയിലായിരുന്നു ഇത് കൊടുക്കേണ്ടത്. ഇച്ചു കിടന്ന് അലമ്പ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പൊന്നുവിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു പൊന്നു തന്നെ കൊടുത്താൽ മതി, ഞാൻ വീഡിയോ എടുത്തോളാന്ന്. ആളുടെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ എടുത്തിട്ട് ഞാൻ ആളുടെ ഉമ്മാക്ക് മാത്രമേ അയച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. കാരണം അവർ റിവീൽ ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മിൽക്ക് മാനിൽ പോയി ഒരു ലസ്സിയും കുടിച്ച് അത് കഴിഞ്ഞ് ബീച്ചിൻ്റെ അവിടെ വന്ന് മോമോസും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പൊന്നൂര് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കും ട്യൂഷൻ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ട്യൂഷൻ പിള്ളേരൊന്നും അല്ല, ഇതെൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മക്കളാണ്. ഇവൻ്റെ കൂടെ ഒരുത്തനും കൊണ്ടുണ്ട്. ഇവർ ഇരട്ടയാണ്. പിന്നെ ഒരു ഇളയതും കൂടെ ഉണ്ട്. ഇവൻ എപ്പോൾ കണ്ടാലും എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം.